തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. പല തരത്തിലുള്ള അച്ചാക്കിങ് ഉണ്ടോ, കട്ടക്ക് കൂടി പിന്നെ ചെരുപ്പ് എവിടെ ഇടും? കണ്ണട എടുക്കാൻ പറഞ്ഞില്ലേ? ഇത് റോസും റെജിയും കൊച്ചും, ഇവിടത്തെ മരുമോനും മോളുമാണ്. ദൈവമേ, പെട്ടിയും കിടക്കൊക്കെ ആയിട്ടാണല്ലോ വന്നത്. എന്തിനോടെ പുറപ്പാടാണെന്നാവോ? കണ്ട ഓണത്തിന് എന്നെ കാണാതെ വിഷമിച്ചിരിക്കണ ഇരിക്കണ്ട. കാക്കിടന്ന് കരഞ്ഞപ്പോഴും എനിക്ക് തോന്നി ഈ പടകൾ കെട്ടിയെടുക്കുന്നുള്ളത്. തല്ലി കൊല്ലണം കാക്കകളൊക്കെ. ഓണായിട്ട് ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുമല്ലേ? വന്നില്ലെന്ന് ഓർത്ത് ആശ്വസിച്ചിരിക്കായിരുന്നു, വന്നില്ലല്ലോ എന്നാലോചിച്ചിരിക്കായിരുന്നു. ഇനി അമ്മ വിഷമിക്കണ്ട, ഇനി നമുക്ക് എല്ലാ ദിവസവും ഓണം ഒരുക്കുള്ളൂ. ഞങ്ങള് കുറച്ചാളെ ഇനി ഇവിടെ ഉണ്ടാവേ. അവിടുത്തെ അമ്മ ബാത്റൂമിലൊന്ന് വീണു, ഫുള്ള് പണി എടുക്കണ്ടേ. ഇനി ഞാനും ചേട്ടനും ഇങ്ങോട്ട് പോന്നു. നീ ഇവനാ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണം. ഒരു കണക്കിന് ഇവിടെയാണ് നല്ലത്. അവിടെ രാവിലെ തുടങ്ങും പണിക്കോണില്ലേ പണിക്കോണില്ലേ എന്ന് വെച്ച് ബഹളം. ഇവിടെ വല്ലതും അറിയണോ, വല്ലതും ഇങ്ങനെയൊക്കെ വെച്ച് ഇവിടെ അങ്ങോട്ട് കുടിക്കോളാം. പടി കേറട്ടെ. ഡോ താനോടെ മേക്കപ്പ് ചെയ്തെന്നോ? തന്റെ പെങ്ങൾ വളയാതെ വന്നിട്ടുണ്ട്. അവര് വരട്ടെ, ഓണമൊക്കെ ഓണം കൂടാൻ വന്നതല്ല, പെട്ടിയും കിടക്കൊക്കെ ഉണ്ട്. ഇവിടെ നിക്കാനാണ് പ്ലാൻ. നിക്കാനാ? ആ എല്ലാരും ഉണ്ടല്ലോ, ബാഗൊക്കെ ഉണ്ടല്ലോ. എനിക്കുള്ള ഓണക്കൂടിയാണ് അടി. അത് ഓണക്കോടിയൊന്നല്ല, അതെ അവന്റെ കുറച്ച് ബുക്കും യൂണിഫോം ഒക്കെയാണ്. ആ ഓണപ്പൂട്ടിനെങ്കിൽ ആ ചെക്കനൊന്ന് ഫ്രീ ആയിട്ട് വിടടി. ഓണപ്പൂട്ടിനെ ആര് പിടുത്തി പഠിപ്പിക്കണ്? എവിടെയെങ്കിലും പോയി കളിക്കട്ടെ. ഇവന് ഇവിടെ ചേർക്കാന്ന് വിചാരിച്ചളിയാ. അതാകുമ്പോ ഇവിടുന്ന് പോവാനും വരാൻ എളുപ്പമുള്ള. നീ കുറച്ചാളെ ഞങ്ങൾ ഇവിടേക്ക് ഉണ്ടാവും അല്ലേ? അതൊന്നുമല്ല ഏട്ടാ, അവിടെ അമ്മയ്ക്ക് കൂട്ടപ്പനുണ്ട്. ഇവിടെ അതെ ചേട്ടനും നാത്തൂനും അമ്മാമ്മയും കൊച്ചൊക്കെ ഒറ്റക്ക്. ഇത് ഓർത്തട്ടെ എനിക്കൊരു സമാധാനമില്ല. അതാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് അല്ലേ? ഓ അത് നന്നായി, എന്തൊരു സ്നേഹം. പോട്ടെ ഏട്ടാ. അമ്മാമ്മ എന്താ ഞെട്ടാത്തത്? ഞാനൊരു പ്രാവശ്യം ഞെട്ടി. ഇവിടെ ഉണ്ടായിരുന്ന ചിക്കൻ എന്തിയേ? അത് ഇന്നലെ വിശന്നപ്പോ ഞങ്ങൾ വറുത്ത് തിന്ന്. ആരോട് ചോദിച്ചിട്ട്? എന്റെ വീട്ടിലിരിക്കണ ചിക്കൻ വറുത്തിന് ഞാൻ ആരോട് ചോദിക്കണം? എടി നിനക്കും നിന്റെ കെട്ടിയോനെ നട്ടപ്പാർക്ക് ചിക്കൻ തിന്നണേ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് തിന്നണം. അല്ലാണ്ട് ഞാൻ ഇവിടെ എല്ലാവർക്കും വറക്കാൻ വേണ്ടി വെച്ച ചിക്കൻ എല്ലാം എടുത്ത് കഴിക്കേണ്ടത്. എന്തായാലും ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്റെ ഈശോയെ, അമ്മാവി പറഞ്ഞതൊന്നും കേൾക്കണില്ലേ? ഇത് എന്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണാ. അവിടെ എന്റെ പപ്പ മേടിച്ച ഫ്രിഡ്ജിൽ നിന്ന് 2 കഷ്ണം ചിക്കൻ എടുത്ത് തിന്നാണ്. ഞാൻ ആരെയൊക്കെ ബോധിപ്പിക്കണം? വീട് നിന്റെ പപ്പ ഉണ്ടാക്കിയാക്കി, കണ്ട ഫ്രിഡ്ജ് നിന്റെ പപ്പ ഉണ്ടാക്കിയായിരിക്കും. പക്ഷേ ഉള്ളിരുന്ന ചിക്കനെ എന്റെ ചേട്ടൻ മേടിച്ചു വെച്ചാണ്. അവൾ 2 വർഷം ചിക്കൻ എടുത്തെന്ന് പറഞ്ഞ് നീ എന്തിനാ വലിയ ബഹളം കൂട്ടടാ? എന്റെ പൊന്നമ്മേ, 2 കഷ്ണമല്ല 2 കിലോ ചിക്കനാണ് ഇന്നലെ 2ഉം കൂടെ തിന്നു തീർത്തത്. അത് ഈ വിശപ്പിന് കിലോയും സമയമൊന്നും ഇല്ലല്ലോ മാമേ. ഭയങ്കര വിശപ്പായിരുന്നു. എനിക്കും അതല്ല അവക്കും. അതേ ചുമ്മാ ഒച്ചപ്പാണ്ടെങ്കിൽ നാട്ടുകാരെ അറിയിക്കല്ലേ. ചിക്കനല്ലേ, ഞാൻ വാങ്ങിച്ചോൻ വരാം. വേണ്ടളിയാ, താറാവ് വാങ്ങിച്ചാൽ മതി. അതാകുമ്പോ ഞാൻ വറുത്തരച്ച് വെക്കാം. അമ്മാമ്മ ചേട്ടന്റെ പാല് പിഴിഞ്ഞ താറാവ് കഴിച്ചിട്ടുണ്ടാ? അതൊന്ന് കഴിക്കട്ടെ സാധനം തന്നെയാണ്. ഇന്ന് കഴിക്കാല്ല. എന്താണിത് പൈസ? ഭാര്യാഗൃഹേ പരമസുഖം ദിനമൊട്ടു കഴിഞ്ഞാൽ രാജാവിനു സമം. ചേച്ചിയെ, എന്താടി കിടന്ന് കീറണത്? ഞാനിവിടെ പൈസ എന്തിയേ? ആ ഇനി അതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇനി കള്ളിയും കൂടെ ആക്കെന്നാ. എന്റെ പപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലുണ്ടല്ലോ. അപ്പൊ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചേട്ടന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കാശ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിയാന്ന് ഞാൻ ചോദിച്ചത്. ഓ അപ്പൊ നീ കരുതിക്കൂട്ടി ഇറങ്ങിയൊക്കെയുള്ള എന്നെ കള്ളിയാക്കാനായിട്ട്. എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവിടെ?
എന്റെ പൊന്നമ്മ ഞാൻ വെല്ലോടത്തും കിടന്ന് ഉറങ്ങണേന്ന് ആ എന്നെ വിളിച്ചോണ്ട് ഇവിടെ പൈസ എന്ത് ചെയ്യും? ആ ചോദിക്കും, നമ്മൾ മാത്രല്ലേ വീട്ടിലുള്ളൂ. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ ചോദിച്ചെന്നിരിക്കും ചിലപ്പോ. ഏത് പൈസയാണ്? ഞാൻ അലക്കാൻ പോയപ്പോ ഷർട്ടിന്റെ പോക്കറ്റിന് എടുത്ത് വെച്ച് ഇവിടെ വെച്ച പൈസ എന്തെന്ന് ഞാൻ ചോദിച്ചത്. ആ ചേട്ടൻ വന്നല്ല. ചേട്ടാ ഇവളെന്നെ കള്ളിയാക്കാൻ നോക്കണ്, ഇവിടെ പൈസ എടുത്തുന്ന്. നമുക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടാ? ചേട്ടൻ എടുത്താർന്നാ? ഒരു 100 രൂപ എടുത്തായിരുന്നു. അത് നീയല്ലേ പറഞ്ഞത് നിനക്ക് പോകുമ്പോഴും തന്നെയാണ് നല്ല രാത്രി വാങ്ങിക്കാൻ പോയത്. ഹോ, ഒരു 100 രൂപ എടുത്തും കൊണ്ട് നമുക്ക് എല്ലാവർക്കും പൂവൻ പഴം വാങ്ങാൻ പോയി ആ മനുഷ്യനാണ് നിങ്ങൾ കള്ളനാക്കിയത്. സമ്മതിക്കണോട്ടാ. എന്റെ പൊന്നോ, ഇത് നല്ലോണം മെഴുകടി നിന്റെ പപ്പ ഉണ്ടാക്കിയ വീട്, ടേബിള്, ഇനി അതിലുണ്ടായിരുന്ന പൈസ അങ്ങോട്ട് മെഴുകടി. നീ പറയടി നീ. അതേടി ഇപ്പോഴും എന്റെ പപ്പയുടെ വീട് തന്നെയല്ലേ? ഞാൻ എഴുതി ഒപ്പിട്ടൊന്നും തന്നിട്ടില്ലല്ല. അപ്പൊ ഞാൻ ഇച്ചിരി ഇവിടെ കിടന്ന് ബലസ് അല്ല പിന്നെ. പൂമ്പഴം പഴുത്താണ്. നാളെ രാവിലത്തേക്കാവും. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല, അവിടെ വിട്ടേ പറ്റുള്ളൂ. ആ ചീരേ 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 നല്ല നാടൻ ചീരേ. യെസ് ഉണ്ണി സ്പീക്കിംഗ്. അയ്യോ അമ്മാമ വരുന്നാ? ആ പറഞ്ഞ അമ്മാമ. ഇല്ല ഞാൻ ദൈവം ചീര കച്ചവടമാണ് ഇപ്പൊ. അയ്യോ ഇല്ല അമ്മ, ശരിയാവൂല. പ്രശ്നമാണോ? ഞാനിപ്പോൾ അങ്ങനത്തെ ഉടായിപ്പൊന്നും ചെയ്യാറില്ല, അതാണ്. ആ എന്നാ പിന്നെ നാളെ റെഡിയാക്കാം. ഓ